السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനനായ അധ്യക്ഷൻ, ആദരണീയനായ കേരള നിയമസഭാംഗം അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാഹിബ്, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സായം സന്ധ്യയിൽ 14 നൂറ്റാണ്ടോളമായി ലോകത്തിൻ്റെ മുമ്പിൽ തെളിമ നഷ്ടപ്പെടാതെ കാലത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിലനിൽക്കുന്ന ലോക സൃഷ്ടാവിൻ്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ മാധുര്യവും നുകരാനുള്ള അവസരം നമുക്ക് കൈവന്നു. അൽഹംദുലില്ലാ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജനതതികളാൽ എക്കാലവും ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു സവിശേഷത, ലോകത്ത് പലപ്പോഴും മാറ്റങ്ങൾ വന്നത് ഗ്രന്ഥങ്ങൾ വിരചിതമായി കാലങ്ങൾ കഴിഞ്ഞാണ്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ഗ്രന്ഥത്തിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് ഒരു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ആ ഗ്രന്ഥത്തിന് അനുയോജ്യമായ ഒരു ജനത 23 വർഷക്കാലം കൊണ്ട് രൂപീകരിക്കപ്പെട്ടു എന്നത് വിശുദ്ധ ഖുർആനിന് മാത്രം അവകാശപ്പെട്ടതാണ്. മാത്രവുമല്ല, ലോകത്ത് നാഗരികതയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നാഗരികത വളർന്നു വരാൻ, രൂപം കൊള്ളാൻ, അത് സ്വാധീനം ചെലുത്താൻ പലപ്പോഴും നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ചരിത്രത്തിന്റെ ഇതപര്യന്തമുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വലിപ്പമുള്ള 23 വർഷം എന്ന നിസ്സാരമായ ഒരു കാലഘട്ടം കൊണ്ട് ഒരു നാഗരികത രൂപപ്പെടുന്ന, ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ആ ആദർശവും സംസ്കാരവും പകർത്തപ്പെടുകയും ജനജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളും ആ ഗ്രന്ഥത്താൽ പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തത് വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഗ്രന്ഥം, അതിൻ്റെ തന്നെ ഏറ്റവും വലിയ സവിശേഷത, ആ ഗ്രന്ഥത്തിന്റെ ഉടമയായ നാഥൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യൻ അനിവാര്യമാണ്? ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ലളിതമായ ഒരു സത്യമുണ്ട്. ഒരു യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ടാകും. ഈ ലൗഡ് സ്പീക്കർ വാങ്ങുമ്പോൾ അതിന്റെ നിർമ്മാണം നടത്തിയ കമ്പനി അതിന്റെ ഒരു കാറ്റലോഗ്, അതിന്റെ ഒരു പ്രവർത്തന രീതി വിശദമാക്കുന്ന ഒരു പുസ്തകം അതിന്റെ കൂടെ നൽകും. ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, ചില നിയമാവലികളുണ്ട്. ഒരു കൊച്ചു യന്ത്രം മുതൽ ഏറ്റവും സങ്കീർണമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം വരെ അതിൻ്റെതായ ഒരു നിയമാവലി പാലിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നതെങ്കിൽ ഏത് യന്ത്രങ്ങളെയും അതിജയിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടിയായ മനുഷ്യന് ജീവിതത്തിൽ മാർഗദർശനങ്ങൾ ആവശ്യമില്ലേ? എന്തു കുടിക്കണം, എന്തു കുടിക്കാൻ പാടില്ല, എന്തു തിന്നണം, എന്തു തിന്നാൻ പാടില്ല, എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ സമ്പാദിക്കാൻ പാടില്ല, അടിസ്ഥാനപരമായ താല്പര്യമായ ലൈംഗികതയുടെ മാർഗത്തിൽ ഏതു വിഷയം സ്വീകരിക്കാം, ഏതു വിഷയം സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ പെരുമാറ്റങ്ങളിൽ, ആദാന പ്രദാനങ്ങളിൽ, ഇടപാടുകളിൽ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവനൊരു മാർഗദർശനം അനിവാര്യമല്ലേ? തീർച്ചയായും ഉണ്ട്. അതാണ് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ആ മാർഗദർശനമാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൃഷ്ടാവായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ആവശ്യമായ ആ ഹുദ, ആ സന്മാർഗം, ആ വെളിച്ചമാണ് ഖുർആൻ നൽകുന്നത്. ആ ഖുർആനിന്റെ പ്രത്യേകത, സൂറത്തു ഇസ്രാ 17-ാമത്തെ വചനം, 17-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നേരായതിലേക്ക് ഈ ഖുർആൻ മനുഷ്യനെ നയിക്കുന്നു ജീവിതത്തിന്റെ സകല മേഖലകളിലും. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അവനാക്കി മാറ്റുന്നത് എന്താണ്?
കേവലമായ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സഞ്ചലിത രൂപം മാത്രമാണോ മനുഷ്യൻ? അല്ല. ഘടക പദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന ഒരു വസ്തു മാത്രമാണ് മനുഷ്യനെങ്കിൽ ഒരാൾ മരിച്ച ശേഷം അയാളുടെ പേര് മാറില്ല. ഒരു അപകടം സംഭവിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവരെ പേര് വിളിക്കുന്നുവെങ്കിൽ അയാൾ ICUവിൽ കൊണ്ടുപോയി പരിശോധന നടത്തി അവസാനം ഡോക്ടർ റിപ്പോർട്ട് പറയുന്നു മിനിറ്റുകൾക്ക് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതുവരെ വിളിച്ച പേരല്ല വിളിക്കുന്നത്. കാരണം ദേഹത്തിനപ്പുറത്തൊരു ദേഹിയുണ്ട്, ശരീരത്തിനപ്പുറത്തൊരാത്മാവുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ശുദ്ധീകരണം, മനുഷ്യന്റെ പരിവർത്തനം എവിടെ നിന്ന് തുടങ്ങണം? ആത്മാവിന്റെ വിപുലീകരണത്തിലൂടെ, ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. ആ ആത്മാവിന്റെ ശുദ്ധീകരണം എങ്ങനെയാ സാധിക്കുക? സാഹചര്യം നന്നാക്കിയത് കൊണ്ട് സാധിക്കുമോ? ഭരണം മാറിയത് കൊണ്ട് മാറുമോ? വീടിന്റെ അന്തരീക്ഷം മാറിയെന്നത് കൊണ്ട് മാറുമോ? ഇല്ല. ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ്? അവന്റെ വിശ്വാസമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. വിദ്യാഭ്യാസം എത്ര കൂടിയാലും അന്ധവിശ്വാസം ഒരുപക്ഷെ മനുഷ്യനിൽ നിന്ന് മാറണമെന്നില്ല. മനുഷ്യന്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് ഒന്നാമതായി ആവശ്യം ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന, ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ഏറ്റവും സംശുദ്ധമായ ഒരു വിശ്വാസമാണ്. അത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചു. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. മനുഷ്യന്റെ പ്രത്യേകത അവന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എവിടെയെങ്കിലും ഇറക്കി വെക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് ആരുടെ മുമ്പിൽ സമർപ്പിക്കണം? നിങ്ങൾ അല്ലാഹു അല്ലാത്ത, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവല്ലാത്ത ആരെ എടുത്തു പരിശോധിച്ചാലും അവരൊക്കെ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള സൃഷ്ടികളാണ്. അത് ജാറമാകട്ടെ, ബിംബമാകട്ടെ, ചിത്രമാകട്ടെ, പ്രതിഷ്ഠകളാകട്ടെ, പുണ്യവസ്തുക്കൾ ഏതുമാകട്ടെ, അവയൊക്കെയും ജനനമുള്ളവയാണ്, ജന്മസ്ഥലമുള്ളവയാണ്, ആദ്യമുള്ളവയാണ്, അവസാനമുള്ളവയാണ്. എന്നാൽ സൃഷ്ടികർത്താവ് ഏകനായ റബ്ബ് മാത്രം. രണ്ടാമത്തെ കാര്യം, ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുന്നവരുടെ മുമ്പിലാകണം നിങ്ങളുടെ നേർച്ചകൾ, ഹവിസുകൾ, ആരാധനകൾ സമർപ്പിക്കപ്പെടുന്നത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളോട് നിങ്ങൾ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ ലളിതമായ ആശയം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. പെട്ടിയില്ലാതെ, പെട്ടി വരവില്ലാതെ, നേർച്ചയില്ലാതെ, പാവപ്പെട്ടവന്റെ പോക്കറ്റടിക്കുന്ന ചൂഷണത്തിന്റെ പ്രവർത്തനമില്ലാതെ, മതം ചൂഷണമായി മാറാത്ത യഥാർത്ഥമായ സുവ്യക്തമായ ഏകദൈവ വിശ്വാസം. ഏതൊരു നാഥൻ സൃഷ്ടിച്ചുവോ, ഏതൊരുവൻ വെള്ളം നൽകിയോ, ഏതൊരുവൻ വായു നൽകിയോ, ഏതൊരുവൻ ജീവൻ നൽകിയോ, അവന്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥനകളും ആരാധനകളും നേർച്ചകളും ഹവിസ്സുകളും സമർപ്പിക്കുക എന്ന ലളിതമായ സന്ദേശം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ വിശ്വാസ ദർശനം മനുഷ്യനെ പഠിപ്പിച്ചു. രണ്ടാമതായി അവനോടൊരു കാര്യം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ളുരിബ മസൽ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ല യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഉ ലഹു വഇൻ യസ്ലുബു ദബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ ലൗഫ ത്വാലിബു വൽ മത്ലൂബ്. സൃഷ്ടാവായ റബ്ബിനു പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ല. ഒരു ഈച്ച വല്ലതും അവരുടെ പക്കൽ നിന്ന് എടുത്തു കൊണ്ടുപോയാൽ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നവരുമല്ല. സുവ്യക്തമായ ഈ ഏകദൈവ വിശ്വാസം, വിശ്വാസത്തിന്റെ വിഷയത്തിൽ മനുഷ്യരുടെ മുമ്പിൽ വെച്ചു. അവിടെ ചൂഷണമല്ല, അവിടെ തട്ടിപ്പില്ല, അവിടെ പാവപ്പെട്ടവന്റെ പോക്കറ്റടിക്കുന്ന ഒരേർപ്പാടുമില്ല. ലളിതമായ ആശയം. രണ്ട്, മനുഷ്യൻ ഇടപെടുന്ന ഒരു മേഖല, സാമ്പത്തികമായ മേഖല. ആ സാമ്പത്തിക രംഗത്തുള്ള അരചാണു വയറിനു വേണ്ടിയാണ് അക്രമം നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത്, അഴിമതി നടക്കുന്നത്, സ്വജനപക്ഷപാതിത്വം നടത്തുന്നത്. അതുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് അക്വമായ ഏറ്റവും ചൊവ്വായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ സ്വീകരിക്കണം. എന്താണത്? അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ. സ്വത്തും സന്താനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലെ വായു കുമിള പോലെ നിമിഷാർദ്ധങ്ങളുടെ ആയുസ് മാത്രമുള്ളത്. അത് നശിച്ചു പോകാം. അതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് 63-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, വഅൻഫിഖൂ മിമ്മാ റസഖനാകും. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക.
സമ്പത്തിന്റെ ഉടമ സ്രഷ്ടാവായ റബ്ബാണ്. അവൻ ഒരു പരീക്ഷണ വസ്തുവായി എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അതിന്റെ 2.5% എന്റേതല്ല, പാവപ്പെട്ടവന്റേതാണ്, പട്ടിണി കിടക്കുന്നവന്റേതാണ്, അഗതികളുടേതാണ്, അതുപോലെ അർഹരായ അവകാശികളുടേതാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, മാർഗങ്ങളിൽ ചിലവഴിക്കാനുള്ളതാണ്. അതുമാത്രവുമല്ല, അന്യായമായി ഞാൻ അത് ഭുജിക്കാൻ പാടില്ല. വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ ഒരിക്കലും അന്യായമായി സ്വത്ത് ഭുജിക്കരുത്. സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മമായ ഒരു സമീപനം അവിടെ പഠിപ്പിക്കപ്പെട്ടു. വിശ്വാസ രംഗത്തുള്ള ഈ ആശയം പഠിപ്പിക്കപ്പെട്ടപ്പോൾ കഅബാലയത്തിൽ പോലും ബിംബങ്ങളെ ഉണ്ടാക്കി വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള തൗഹീദിനു വേണ്ടി അഗ്നി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന പ്രവാചകന്മാരുടെ പോലും ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച് ആരാധന നടത്തിയ വിശ്വാസ രംഗത്ത് ചൂഷണം ചെയ്യപ്പെട്ട ആ ജനത സമ്പൂർണമായി മാറുകയാണ്. അവർ പരിവർത്തനത്തിന് വിധേയമാകുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് പരസ്പരം പിടിച്ചുപറി നടത്തിയ, കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയ ആ ജനതയിൽ വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾ സ്വത്ത് ഭുജിക്കരുത് എന്ന നിർദ്ദേശം വന്നപ്പോൾ ആ സമൂഹം മാറി. ആ നിർദ്ദേശം ഇന്നും നിലനിൽക്കുന്നു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടം നിങ്ങൾക്ക് അനുവദനീയമാണ്, പക്ഷേ പലിശ അത് തിന്മയാണ്, അത് പാടില്ലാത്തതാണ്. പണം കൊണ്ട് പണമുണ്ടാക്കലാണ് പലിശ. അതൊരു സാമ്പത്തിക രംഗത്തെ വളർച്ചയല്ല, തകർച്ചയാണ്. പണം കൊണ്ട് ഉൽപാദന പ്രക്രിയ നടത്തി പണത്തെ വർദ്ധിപ്പിക്കലാണ് ഇസ്ലാമിക ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്നും പുരോഗമനാത്മകമാണ്. അങ്ങനെ സാമ്പത്തിക രംഗത്ത് മനുഷ്യനെ ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കി തീർത്ത് സ്വത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്നത് മനസ്സിലാക്കി, ആ റബ്ബ് തന്ന പരീക്ഷണ വസ്തുവാണ് സമ്പത്ത് എന്നത് ഉൾക്കൊണ്ട് ഞാൻ അതിൽ നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി എന്ത് ചെലവഴിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം അള്ളാഹു ഇരു കരങ്ങളും നീട്ടി അത് സ്വീകരിക്കും. നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ ഓമനിച്ചു വളർത്തുന്ന പോലെ അള്ളാഹു ആ ദാനത്തെ വളർത്തി വലുതാക്കും. ഈ സന്ദേശമാണ് ഖുർആനിന്റെ അനുയായികളിൽ മാറ്റമുണ്ടാക്കി തീർത്തത്. അതേപ്രകാരം മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു മേഖല ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രകൃതി നിയമം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ പ്രകൃതി നിയമം? വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ. സകല വസ്തുക്കളെയും നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നതിന് പിന്നിലുള്ളത് ഇണതത്വമാണ്. ലൈറ്റ് പ്രകാശിക്കുന്നതിന് പിന്നിലുള്ളത് ഇണതത്വമാണ്. ഫാന് കറങ്ങുന്നതിന് പിന്നിലുള്ളത് ഇണതത്വമാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി, ആ കായകൾ ഉണ്ടായതിന് പിന്നിലുള്ളത് ഇണതത്വമാണ്. പൂവിലെ കേസരവും ജനിയും, വൈദ്യുതിയിലെ ഇലക്ട്രോണും പ്രോട്ടോണും, കാന്തിക ധ്രുവതയിലെ നോർത്ത് പോളും സൗത്ത് പോളും, ജീവലോകത്തെ ആണും പെണ്ണും, വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ. സകല വസ്തുക്കളെയും നാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇണതത്വമാണ് മനുഷ്യൻ തന്റെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തേണ്ടത്. 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂം 21-ാമത്തെ വചനം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നുള്ള ഇണകളെ നൽകിയത്. എന്തിനു വേണ്ടി? നിങ്ങൾ അവളിലേക്ക് നിർവൃതി കൊള്ളുന്നതിനു വേണ്ടി. സക്കീനത്ത്. മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പങ്കുവെക്കപ്പെടണം. പങ്കുവെക്കപ്പെട്ടാൽ സന്തോഷത്തിന്റെ ആധിക്യമുണ്ടാകും. പങ്കുവെക്കപ്പെട്ടാൽ ദുഃഖം ലഘൂകരിക്കപ്പെടും. അതിനെന്താ വേണ്ടത്? പ്രേമഭാജനങ്ങളായി കഴിയലല്ല, വൃത്തികെട്ട വിധത്തിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ മാംസം വിറ്റ് ജീവിക്കുന്ന ഏർപ്പാടുകളല്ല. മറിച്ച് പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന പിതാവ് വിവാഹപ്രായമെത്തുമ്പോ അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ലോകനാഥന്റെ നാമമുച്ചരിച്ച് ഞാനിതാ എന്റെ മകളെ താങ്കൾ കേൾപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് രണ്ടുപേരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന മീസാഖുൻ ഗലീദ്, സുദൃഢമായ ഒരു കരാർ. ആ കരാറിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നാകുന്നു. അവർ താമസിക്കുന്ന സഖൻ, മസ്കൻ സമാധാനത്തിന്റെ കേന്ദ്രമാകുന്നു. ആ ആനന്ദ വല്ലരിയിൽ അനുഗ്രഹീതമായ ദാമ്പത്യത്തിൽ കുഞ്ഞു കുസുമങ്ങൾ, അവരുടെ സന്തതികൾ രൂപം കൊള്ളുന്നു. സന്തോഷകരമായ കുടുംബാന്തരീക്ഷം, ധാർമ്മികതക്കവിടെ അസ്ഥിവാരമിടപ്പെടുകയാണ്. സന്തോഷത്തിന്റെ പങ്കുവെക്കലും ദുഃഖത്തിന്റെ ലഘൂകരണവും അവിടെ നടക്കുന്നു. സംസ്കാരവും മൂല്യങ്ങളും അവിടെ പഠിപ്പിക്കപ്പെടുന്നു. മണിയറ മുതൽ
പൂമുഖം വരെയുള്ള വീടിന്റെ ഓരോ രംഗത്തും ആ കുടുംബത്തിലെ അംഗങ്ങളുടെ സന്തോഷത്തിന്റെ കൈമാറ്റവും നന്മകളുടെ കൈമാറ്റവും നടക്കുക വഴി വ്യവസ്ഥാപിതമായ ഒരു കുടുംബാന്തരീക്ഷം. അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലാ തഖറബുസ് സിന, വ്യഭിചരിക്കരുത് എന്നതിനേക്കാൾ വലാ തഖറബുസ് സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്. അതിലേക്കുള്ള മുഴുവൻ കവാടങ്ങളെയും കൊട്ടിയടച്ചു ലോകത്തിന്റെ നാഥൻ. പ്രത്യേകിച്ചും 3 സന്ദർഭത്തിൽ സ്വന്തം വീട്ടില് പോലും റൂമുകളിൽ പരസ്പരം പ്രവേശിക്കാൻ അനുമതി ചോദിക്കണമെന്ന് പഠിപ്പിച്ചു. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹൈന തളഊന സിയാബകും മിനൽ ലഹൈറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ. 3 സന്ദർഭം: പ്രഭാത നമസ്കാരത്തിന് മുമ്പുള്ള സമയം, ഉച്ചയുറക്കത്തിന് വേണ്ടി മധ്യാഹ്നത്തിന് ശേഷം വസ്ത്രം മാറ്റിവെക്കുന്ന സമയം, ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സമയം. സലാസു ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളുടെ 3 സന്ദർഭങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ ചില രഹസ്യങ്ങളുണ്ട്, ചില സ്വകാര്യതകളുണ്ട്. സ്വന്തം വീട്ടിൽ പോലും അത് പാലിക്കപ്പെടണം. ഉപ്പയുടെ റൂമിലേക്ക് മക്കൾ ഈ 3 നേരങ്ങളിൽ പ്രത്യേകിച്ചും അനുമതി ചോദിക്കാതെ കയറി ചെല്ലരുത്. മകന്റെ റൂമിലേക്ക് മാതാപിതാക്കൾ കയറി ചെല്ലരുത്. സ്വന്തം വീട്ടിൽ പോലും ഈ പറഞ്ഞ ഔറാത്തുകൾ, മാന്യതകൾ കാത്തു സൂക്ഷിച്ച് ധാർമ്മികതയുടെ അതിർവരമ്പുകൾ തകർക്കപ്പെടാത്ത ഒരന്തരീക്ഷം ഉണ്ടാകണമെന്ന ഇസ്ലാമിന്റെ താല്പര്യം. പക്ഷേ അത് തകർക്കപ്പെട്ടു. ലോകത്ത് വൃത്തികേടുകൾ ലിബറലിസത്തിന്റെ പേരിൽ നടപ്പാക്കപ്പെട്ടു. ആണും പെണ്ണും എന്ന അസ്വാജ് എന്ന ഇണകൾ എന്ന പ്രകൃതി നിയമത്തെ ലംഘിച്ചുകൊണ്ട് ലെസ്ബിയൻ, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത, ഗേ, ആണും തമ്മിലുള്ള ലൈംഗികത, ബൈസെക്ഷൽ, 2 വിധത്തിലുള്ള ലൈംഗികത, ട്രാൻസ്ജെൻഡർ, ജനന സമയത്ത് പെണ്ണാണെങ്കിലും വളർന്നു വന്നാൽ ആണായി മാറണമെന്ന് തോന്നിയാൽ, ജനന സമയത്ത് ആണാണെങ്കിലും വളർന്നു വന്നാൽ പെണ്ണാകണമെന്ന് തോന്നിയാൽ അനുയോജ്യമായ ഓപ്പറേഷനുകളും മറ്റും നടത്തിയിട്ട് ആ നിലക്ക് മാറണം എന്ന വിധത്തിലുള്ള ജെൻഡർ താല്പര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി 2 അവസാനിക്കാതെ, ഇണകളിൽ അവസാനിക്കാതെ, പ്രകൃതി വിരുദ്ധമായി അങ്ങനെ വളർന്നു വന്ന് ശവരതിയും മൃഗരതിയും വരെ ന്യായീകരിക്കത്തക്ക വിധത്തിൽ ഉറത്തികെട്ട ഒരു ലോകത്ത് രൂപപ്പെടുമ്പോ വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച വിവാഹമെന്ന പരിശുദ്ധമായ കർമ്മം, ഇണകളായി സഖീനത്ത്, സമാധാനം നേടുന്ന കുടുംബാന്തരീക്ഷം, പ്രത്യേകമായി അനുമതി ചോദിച്ചു മാത്രം സ്വന്തം വീടുകളിൽ പോലും റൂമുകളിൽ പ്രവേശിക്കുന്ന ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ, ഇതാണ് സംസ്കാരമുള്ള ഒരു ജനതയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയത്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും വൃദ്ധകളായ സ്ത്രീകളെ പോലും ലൈംഗിക താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തിയ ഒരു ജനതയിലേക്ക് വന്നുകൊണ്ട് വലാ തഖറബുസ് സിന എന്ന് ഖുർആൻ കൽപ്പിച്ചപ്പോ അതേ ജനത അതേ വിധത്തിലുള്ള രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിക്കുന്ന, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന തഖ്വയുടെ ഈമാനിന്റെ മാതൃകകളായി അവർ മാറുകയാണ്. ആ മാറ്റം വിശുദ്ധ ഖുർആൻ സൃഷ്ടിച്ചെടുത്തു ലോകത്ത്. മനുഷ്യ ജീവിതത്തിന്റെ മറ്റൊരു തലമാണ് കച്ചവട മേഖല എന്ന് പറയുന്നത്. കച്ചവടമില്ലാത്തൊരു സമൂഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കച്ചവടത്തിന്റെ രംഗത്തും അല്ലാഹു അനുമതി നൽകിയിട്ടുള്ള ഒരേർപ്പാടായ കച്ചവടം, ആ കച്ചവടവും അനുവദനീയമാകണമെങ്കിൽ ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാലിം മിൻകും, അർത്ഥവത്തായ ഒരു സന്ദേശം ഖുർആൻ പഠിപ്പിച്ചു. തിജാറത്തിൻ അൻ തറാലിം മിൻകും, പരസ്പര തൃപ്തിയുള്ളതാകണം. വാങ്ങുന്ന ഉപഭോക്താവിന് ബോധ്യം വേണം, ഞാൻ നൽകുന്ന കാശിന്റെ മാർക്കറ്റ് വാല്യൂ ഇതിനുണ്ട് എന്ന്. വിൽക്കുന്ന കച്ചവടക്കാരന്റെ മനസ്സ് പറയണം, ഞാനിത് വിൽക്കുമ്പോ ഞാൻ ഇയാളെ അമിതമായി ചൂഷണം ചെയ്യുന്നില്ല, മിതമായ ലാഭമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന്. 2 പേർക്കും തൃപ്തി ഉണ്ടാകുമ്പോഴാണ് ഒരു ട്രേഡ്, ഒരു കച്ചവടം അനുവദനീയമാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതേപോലെ മനുഷ്യ ജീവിതത്തിന്റെ മറ്റൊരു തലം സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ മാത്രം ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ദുരഭിമാനികളായ ഒരു ജനതയിലേക്കാണ് അള്ളാഹുവിന്റെ കലാം അവതരിപ്പിക്കപ്പെട്ടത്. അവരെ മാറ്റിയെടുത്തു. പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടല്ല, പുതിയ ബാലാവകാശങ്ങളോ സ്ത്രീ അവകാശങ്ങളെ കുറിച്ചോ പ്രത്യേകമായ ഒരു സൂചന നൽകിയിട്ടല്ല. പിന്നെ മാറ്റമൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഒരൊറ്റ കാര്യം പഠിപ്പിച്ചുകൊണ്ടാണ്. പരലോകമുണ്ട്,
മരണശേഷം ഒരു ലോകമുണ്ട്. ഈ ലോകത്തിനപ്പുറത്ത് ജീവിതത്തിന് അർത്ഥം നൽകുന്ന യഥാർത്ഥമായ ജീവിതം അത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അത് ബോധ്യപ്പെടുത്തി വിശുദ്ധ ഖുർആൻ ചില ഉദാഹരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ആർക്കും മനസ്സിലാകുന്ന ചില ഉദാഹരണം വിരലഗ്രത്തേക്ക് നോക്കാൻ വേണ്ടി പഠിപ്പിച്ചു. നമുക്കറിയാം 1860-കൾക്ക് ശേഷമാണ് ലോകത്ത് ക്രിമിനോളജിയിൽ വിരലഗ്രം ഒരടയാളമായി, ഐഡന്റിറ്റിയുടെ അനിഷേധ്യമായ തെളിവായി ലോകം അംഗീകരിച്ചതെങ്കിൽ, തീർച്ചയായും മഹാനായ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട് ദ്രവിച്ച എല്ലുകളെ പിടിച്ച് കയ്യിൽ വെച്ചിട്ട് പൊടിച്ച് ധൂളികളാക്കി പറത്തി, മുഹമ്മദെ എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്, ഈ ദ്രവിച്ച എല്ലുകളെ വീണ്ടും പുനർജനിപ്പിക്കുകയോ എന്ന് ചോദിച്ചവരോട് അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന എന്ന അർത്ഥഗർഭമായ സന്ദേശം പഠിപ്പിച്ച ഖുർആൻ മനുഷ്യന്റെ വിരലഗ്രങ്ങളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നാം എന്നിരിക്കെ ഈ ദ്രവിച്ച എല്ലുകളെ വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇന്ന് കരിപ്പൂർ എയർപോർട്ടിലോ കൊച്ചി എയർപോർട്ടിലോ ചെന്നാൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കണം. ഗൾഫിൽ ചെന്ന് അവിടെ ലാൻഡ് ചെയ്താൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണം. മനുഷ്യന്റെ കണ്ണ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഒരാളുടെ കണ്ണുപോലെ മറ്റൊരാളുടേതില്ല എന്നതുകൊണ്ടാണത്. ആധാർ കാർഡ് എടുക്കാൻ ചെന്നാൽ ഫോട്ടോ എടുക്കണം. കണ്ണിന്റെ കൃഷ്ണമണിക്ക് ചുറ്റിലുമുള്ള വളരെ സുതാര്യമായ ആ രേഖകളിൽ പോലും ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ എന്നതുകൊണ്ടാണ് കണ്ണ് ഐഡന്റിഫിക്കേഷൻ മാർക്കായി മാറുന്നത്. ഈ സൃഷ്ടാവ് പഠിപ്പിച്ചു. തീർച്ചയായും അത്ഭുതകരമായ ഈ സൃഷ്ടിപ്പ് നടത്തിയ നാഥൻ മരണശേഷം പുനർജനിപ്പിക്കുന്നവനാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിച്ച് ആ മണ്ണിലുള്ള എല്ലാ പച്ചപ്പും അവസാനിച്ച ശേഷം ഒരു പച്ചപ്പുമില്ലാത്ത വരണ്ട ആ ഭൂമിയിൽ മഴ പെയ്താൽ തൊട്ടടുത്ത ദിവസം പുതുനാമ്പുകൾ വളർന്നു വരുന്ന പോലെ പ്രകാരം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. ആ പരലോകത്തെ കുറിച്ചുള്ള ഉത്ബോധനമാണ് ജനിച്ച കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചുമൂടി അതേ ജനത ആ സ്ത്രീയെ ആദരിക്കുന്നവരായി മാറാൻ കാരണം, പള്ളികളിലേക്ക് അവർക്ക് പ്രവേശനം നൽകാൻ കാരണം, യുദ്ധഭൂമിയിൽ ശുശ്രൂഷകരായി അവർ പ്രവർത്തിക്കാൻ കാരണം, ജീവിതത്തിന്റെ വാമഭാഗമായി അവരെ അംഗീകരിക്കാൻ കാരണം, ആ പരലോകത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് പരസ്പരം കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയ അതേ ജനത തന്റെ പ്രിയപ്പെട്ട സമ്പാദ്യം പ്രവാചകന്റെ ഒരു ആഹ്വാനം വന്നപ്പോഴേക്കും റസൂലിന്റെ കയ്യിലേക്ക് നൽകാൻ തയ്യാറാകുന്ന ദാനത്തിന്റെ പ്രതീകങ്ങളായി അവർ മാറാൻ കാരണം. നിരക്ഷരരായിരുന്ന ആ ജനതയോട് സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ വെച്ച് ലഭിച്ച ആ ആദ്യ വചനം മുതൽ തുടങ്ങി ചിന്തിക്കുന്നില്ലേ അവർ, കേൾക്കുന്നില്ലേ അവർ, ആലോചിക്കുന്നില്ലേ അവർ എന്ന ബുദ്ധിയോടുള്ള ചിന്തയോടുള്ള ഖുർആനിന്റെ ചോദ്യമാണ് മാറ്റമുണ്ടാക്കിയത്. ഖുർആനിലെ വചനങ്ങൾ ആയത്തുകളാണ്. ആയത്ത് ദൃഷ്ടാന്തമാണ്. ഓരോ വചനവും ഓരോ ദൃഷ്ടാന്തമാണ്. അതൊരായത്താണ്, അതൊരു ദൃഷ്ടാന്തമാണ്. അതിന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ, നിർമ്മിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ആ വചനങ്ങൾ ഉണ്ടാക്കിയ മാറ്റം, അതിന് സമാനമായ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന് സാധാരണ പറയാറുണ്ടല്ലോ അഡിക്ഷൻ. ലഹരി ഒരു അഡിക്ഷനാണ്. ഇന്റർനെറ്റ് ഉപയോഗം ഒരു അഡിക്ഷനാണ്. അഡിക്ഷനിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ വലിയ പ്രയാസമുണ്ട്. ഈ ഉള്ളവൻ അനുഭവമുണ്ട്. 25 ഡി അഡിക്ഷൻ സെന്ററുകളിലെ ചികിത്സ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇനിയും രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയില്ല. 26ാമത്തെ ആളാണ് എന്നെ പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞ അനുഭവങ്ങൾ. അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. എന്നാൽ ഒരു ജനതയിൽ അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം സ്വാധീനമുണ്ടാക്കിയിരുന്ന, മരണപ്പെട്ടാൽ മുന്തിരിവള്ളിയുടെ താഴെ എന്നെ മറവ് ചെയ്യണമെന്ന് കവിത എഴുതാൻ മാത്രം അഡിക്റ്റഡ് ആയിരുന്ന ഒരു ജനതയിലേക്ക് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ
فاجتنبوا لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاه فهل انتم منتهون. 4 തിന്മകളെ കുറിച്ച് എണ്ണി പറഞ്ഞു. മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കാൻ ഉപയോഗിക്കുന്ന അമ്പുകളും പ്രതിഷ്ഠകളും പൈശാചിക തിന്മകളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളവ വർദ്ധിക്കണം. പിശാച് നിങ്ങളെ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് ശ്രമിക്കുന്നത്. വിരമിക്കുന്നില്ലേ? നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചപ്പോ പതിറ്റാണ്ടുകളായി അഡിക്റ്റഡായിരുന്ന ഒരു ജനത ഒരൊറ്റ നിമിഷം കൊണ്ട് പിഴുതെറുകയാണ്. എന്തേ ആ മാറ്റത്തിന് കാരണം? റബ്ബിനെ അവർ തിരിച്ചറിഞ്ഞു, പരലോകത്തെ അവർ തിരിച്ചറിഞ്ഞു. ഈ 2 കാര്യങ്ങളിലൂടെ അല്ലാതെ ഒരു ജനതയെ മാറ്റുക സാധ്യമല്ല. അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് വിപ്ലവം സാധ്യമല്ല. സാമ്പത്തിക സമത്വം വരുത്തിയിട്ട് മാറ്റം ഉണ്ടാക്കുക സാധ്യമല്ല. മാറ്റമുണ്ടാകണമെങ്കിൽ മനസ്സുകൾ മാറണം. മനസ്സുകൾ മാറണമെങ്കിൽ റബ്ബിനെ തിരിച്ചറിയണം, പരലോകത്തെ തിരിച്ചറിയണം. ഈ 2 ആധാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റത്തിന് സമാനം മറ്റൊന്നാർക്കും ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ആ ഗ്രന്ഥം നന്മയായി എന്തു പഠിപ്പിച്ചിട്ടുണ്ടോ അതെന്നും നന്മയാണ്. ആ ഗ്രന്ഥം തിന്മയെന്ന് ഏതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെന്നും തിന്മയാണ്. നന്മ തിന്മകളുടെ വേർതിരിവിന്റെ മാനദണ്ഡം ഫുർഖാൻ, സത്യാസത്യ വിവേചകം. ആ ഗ്രന്ഥം എത്രയെത്ര നന്മകളെ കുറിച്ച് പഠിപ്പിച്ചു. ആധുനിക സമൂഹത്തിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശ്വാസരംഗത്തെ ചൂഷണം പോലെ സാമൂഹികമായ ഇന്ന് വലിയൊരു തിന്മയായി വളരുന്നതാണ് വൃദ്ധരുടെ പ്രശ്നം. വാർദ്ധക്യം ഒരു സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ പത്രകോളങ്ങളിൽ നമ്മൾ വായിച്ചു, പേരക്കുട്ടിയാൽ കൊല ചെയ്യപ്പെട്ട വല്യുപ്പയും വല്യുമ്മയും, സ്വന്തം മകനാൽ കൊല ചെയ്യപ്പെട്ട മാതാപിതാക്കൾ. എല്ലാത്തിന്റെ അവസാനം ഉണ്ടാകും ആ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയായിരുന്നു എന്ന്. വാർദ്ധക്യം വൃദ്ധസദനങ്ങളുടെ ഭൂമുഖങ്ങളിൽ അകത്തളങ്ങളിൽ തീരുന്നുകൊണ്ട് ജീവിക്കുന്ന ദുഃഖകരമായ അവസ്ഥ. ാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഒന്നാമത്തെ ബാധ്യത സൃഷ്ടാവിനോടുള്ള ബാധ്യത. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നമ്മളാക്കി തീർത്ത 2 വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏത് വൈകല്യങ്ങളും ഇന്നൊരു ഓപ്പറേഷൻ കൊണ്ട്, ഒരു പ്ലാസ്റ്റിക് സർജറി കൊണ്ട് മാറ്റിയെടുക്കാം. പക്ഷേ ഒരു ഓപ്പറേഷൻ കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒരടയാളം നമ്മുടെ ദേഹത്ത് ബാക്കിയാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പൊക്കിൾ കൊടി, നമ്മുടെ ബെല്ലി ബട്ടൺ, ഉമ്മ തന്നടയാളം. നമുക്ക് വേണ്ടി കരഞ്ഞ, നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച, നമുക്ക് വേണ്ടി രാത്രിയെ പകലാക്കിയ, ക്ഷമയുടെ പര്യായമായ മാതാവ്, സഹനത്തിന്റെ പര്യായമായ മാതാവ്. നമ്മുടെ പലരുടെയും മാതാക്കൾ ഇന്ന് മണ്ണിനടിയിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാവിനെ ആദരിക്കാൻ, നമ്മളാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട, മുതുക് വളഞ്ഞുപോയ നമ്മുടെ പിതാവ്, ജോലിയുടെ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മളെ താലോലിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. രാത്രി വൈകി വീട്ടിലേക്ക് കയറി വന്ന് തൊട്ടിലിൽ ഉറങ്ങുകയായിരുന്നു നമ്മളെ 2 കൈകൊണ്ടും വാരിയെടുത്ത് എന്റെ മോനെന്ന് പറഞ്ഞ് നെറ്റിയിൽ ഉമ്മ വെച്ച പ്രിയപ്പെട്ട നമ്മുടെ പിതാവ്. ആ പിതാവ് നടത്തിയ ത്യാഗം, ആ പിതാവ് നടത്തിയ കഷ്ടപ്പാട്, നമുക്ക് വേണ്ടി അനുഭവിച്ച മനപ്രയാസം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? വീടിന്റെ പൂമുഖത്ത് ചാരുക സേരയിൽ കാല് നീട്ടിയിട്ടിരിക്കുന്ന ആ വാർദ്ധക്യത്തിന്റെ സന്ദർഭത്തിൽ താൻ വളർത്തി വലുതാക്കിയ മക്കളുടെ നന്മ കണ്ട് കണ്ണീർ പൊഴിക്കാൻ സാധിക്കണം. സന്തോഷത്തിന്റെ അശ്രുക്കൾ. ആ മക്കൾ നന്മയുടെ രംഗത്ത് മുന്നിൽ നടക്കുന്നവരായി കാണാനുള്ള സൗഭാഗ്യമുണ്ടാകണം. ഇതിനു പകരം ഇതേ മാതാപിതാക്കളെ ആട്ടിയോടിച്ച് വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയച്ച് കഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വന്നാൽ ആ മനസ്സുകളിൽ ഉണ്ടാകുന്ന ദുഃഖം എത്രത്തോളമാണ്. അതുകൊണ്ട് ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആക്ഷേപത്തിന്റെ ഏറ്റവും ചെറിയ രൂപമായ ഛേ എന്ന വാക്ക് പോലും
അവരുടെ മുഖത്ത് നോക്കി പറയരുത്. മാന്യമായ വാക്കാകണം സംസാരിക്കേണ്ടത്. വിനയത്തിന്റെ ചിറക് കാരുണ്യപൂർവ്വം നീ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം. കൂടെ നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ കൊച്ചായിരുന്നപ്പോ എന്നെ എങ്ങനെ സംരക്ഷിച്ചുവോ അതേപോലെ നാഥ നീ അവർക്ക് കരുണ ചൊരിയണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന. മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വീട്, മാതാപിതാക്കൾക്ക് പരിഗണന ലഭിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം, വാർദ്ധക്യം ഒരു പ്രശ്നമായി മാറാത്ത ഒരു കുടുംബാന്തരീക്ഷം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. അവിടെ തീരുന്നില്ല. മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നന്മ. നിന്റെ മതിലിനപ്പുറത്തുള്ള ലോകം നിനക്കന്യമാകരുത്. ബന്ധത്തിലുള്ളതോ ബന്ധത്തിലില്ലാത്തതോ ആയ അയൽക്കാരൻ നന്മ ചെയ്യണം. അതേ പ്രകാരം തന്നെ നിനക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന തൊഴിലാളി അവൻ നിന്റെ ശത്രുവല്ല. അവന്റെ പട്ടിണി മാറ്റുന്ന കാര്യം നിന്റെ പരിഗണനയിൽ ഉണ്ടാകണം. അതേ പ്രകാരം തന്നെ വഴിയാത്രക്കാരായ ആളുകൾ, അഗതികളായ ആളുകൾ, അനാഥരായ ആളുകൾ, കണ്ണുനീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ നിന്നിൽ നിന്നുണ്ടായിത്തീരണം. ആ നന്മകളുടെ മാതൃകയാകണം ഒരു മനുഷ്യൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അത് ഉദാത്തമായ ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നു. ഈ ഗ്രന്ഥം ചരിത്രത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കുന്നതിന് വേണ്ടി വാളുയർത്തിയ അതേ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിന് ശേഷം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ വിധിക്ക് വിധേയമായി ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞ സന്ദർഭത്തിൽ അതേ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് അതേ വാൾ ഉയർത്തിപ്പിടിച്ച് മുഹമ്മദ് മരിച്ചു എന്ന് ആരാണോ പറയുന്നത് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഒരേ മനുഷ്യൻ ഒരേ കൈകൊണ്ട് വാൾ ഉയർത്തി നടത്തിയ പ്രഖ്യാപനം ഒരു ചില്ലറ മാറ്റമല്ല സഹോദരങ്ങളെ. അവിശുദ്ധ ഖുർആൻ ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോണ്ടായ മാറ്റമാണ്. ഭൗതികത എന്നും മനുഷ്യനെ ആകർഷിക്കാം. അത് മിസ്അബ് എന്ന യുവാവിനുണ്ടായിരുന്നു. അതേ മിസ്അബ് റളിയല്ലാഹു അൻഹു തന്നെയാണ് യുദ്ധഭൂമിയിൽ കഫൻ ചെയ്യാനുള്ള വസ്ത്രം തികയാത്ത വിധത്തിൽ ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഷഹീദായി മരിച്ചു വീഴുന്നത്. ഈ ഗ്രന്ഥമുണ്ടാക്കിയ മാറ്റം. അബ്ബാദ് ഇബ്നു ബിശ്ർ എന്ന മനുഷ്യൻ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ പുതിയ പ്രവാചകനെ കാണാൻ അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? മുഹമ്മദ്, താങ്കൾ ഒരു പ്രവാചകനാണെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം എന്നാണ്. മുൻകാലം മുതലേ തന്നെ കേട്ടു വന്ന ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുഹാവാസികളുടെ ചരിത്രത്തെ കുറിച്ച് അറിവുള്ള അബ്ബാദ് ഇബ്നു ബിശ്ർ പ്രവാചകത്വത്തെ പരിശോധിക്കുന്നത് ഗുഹാവാസികളുടെ സംഭവത്തെ കുറിച്ച് ചോദിച്ചിട്ടാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം വിശദീകരിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല. കലിമ ചൊല്ലി മുസ്ലിമായി തീർന്നു. പിന്നീടുള്ള ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച അദ്ദേഹം, ആ ഖുർആനിൽ നിന്ന് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചത് സൂറത്തുൽ കഹ്ഫ് തന്നെയായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ ഓരോ രാത്രിയിലും കാവലിന് വേണ്ടി ആളുകളെ നിശ്ചയിക്കുകയാണ്. ഒരു രാത്രിയിൽ കാവലിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെയുമായിരുന്നു. ആ സന്ദർഭത്തിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ശത്രുക്കൾ ഇരുട്ടിന്റെ മറവിൽ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ നേർക്ക് അമ്പെയ്യുന്നു. അമ്പുകൾ ദേഹത്തേക്ക് ഏറ്റുവാങ്ങിയ അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളെ നമസ്കാരം നിർത്തിയിട്ട് കൂടെയുള്ള ആളുകളെ വിളിച്ചുണർത്തി പറഞ്ഞ വാക്ക്, എന്നിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുള്ള ഖിയാമുൽ ലൈൽ ഞാൻ അവസാനിപ്പിക്കുമായിരുന്നില്ല എന്നാണ്. ഖുർആൻ ചെലുത്തിയ സ്വാധീനമാണ്. ആ ഖുർആൻ സഹാബത്തിൽ മാറ്റമുണ്ടാക്കി, താബികളിലും താബികളിലും മാറ്റമുണ്ടാക്കി. പിൽക്കാല സമൂഹങ്ങളിലും ആ പരിവർത്തനം തുടർന്നു വന്നു. നിരവധി ആളുകൾ, പേരുകൾ എണ്ണി പറയാൻ പ്രയാസമുണ്ട്. മുഹമ്മദ് അസദ് എന്ന പേരിൽ ശ്രദ്ധേയനായിരുന്ന പാകിസ്ഥാനിന്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയിലെ ജോലിക്കാരനായ മനുഷ്യനാണ്. പിൽക്കാലത്ത് ലിയോപോൾഡ് വെയ്സ് എന്ന പേരുണ്ടായിരുന്ന അദ്ദേഹമാണ് മുഹമ്മദ് അസദ് എന്ന പേരിൽ പിൽക്കാലത്ത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മുഹമ്മദ് അസദ്.
ബോക്സിംഗിന്റെ രംഗത്ത് വലിയ താരമായി പ്രവർത്തിച്ചിരുന്ന ക്ലേ ആണ് മുഹമ്മദ് അലി ക്ലേ ആയി മാറുന്നത് വിശുദ്ധ ഖുർആനിലാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട്. അതേപ്രകാരം വലിയ പണ്ഡിതനായി സമൂഹത്തിൽ പേരെടുത്തിരുന്ന വ്യക്തിയാണ് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് മദീന യൂണിവേഴ്സിറ്റിയിൽ ഹദീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡീനായി മാറിയിട്ട് ലോകം കണ്ട പ്രശസ്തനായ ഇസ്ലാമിക ചിന്തകനായി മാറിയ സിയാഉർ റഹ്മാൻ അൽമി അവർകൾ. അങ്ങനെ തുടങ്ങി എണ്ണി എണ്ണി പറയാൻ സാധ്യമാകാത്ത വിധത്തിൽ ജൊനാഥൻ എ സി ബ്രൗൺ അമേരിക്കൻ ഇസ്ലാമിക സ്കോളറായി പ്രവർത്തിച്ച് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന പ്രമുഖനായ വ്യക്തിത്വം. അതേപോലെ തന്നെ കെയ്ത്ത് ഇല്ലിസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കക്കാരനായ രാഷ്ട്രീയ നേതാവും അതേപോലെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വവുമായ കെയ്ത്ത് ഇല്ലിസൺ. യൂസുഫ് എസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രബോധന രംഗത്ത് സജീവമായ ഗൈഡ് US TVയുടെ അധിപൻ കൂടിയായിട്ടുള്ള യൂസുഫ് എസ്റ്റസ്. ആന്റണി ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ഇന്ന് അബ്ദുറഹീം ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഇസ്ലാമിക് പ്രീച്ചർ ആയിട്ടുള്ള വ്യക്തിത്വം. അതേപ്രകാരം തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പിന്റെ തലവനും കൂടിയായിട്ടുള്ള ഇബ്രാഹിം ഹൂപ്പർ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വ്യക്തിത്വങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മർമഡ്യൂക്ക് പിക്താൾ എന്ന ബ്രിട്ടീഷ് പണ്ഡിതൻ, ചരിത്രകാരൻ, അദ്ദേഹവും വിശുദ്ധ ഖുർആനിനാൽ സ്വാധീനിക്കപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വമാണ്. ബ്രിട്ടീഷ് പബ്ലിക് സ്പീക്കറും അത് അറിയപ്പെടുന്ന ദ ഡിവൈൻ റിയാലിറ്റി ഗോഡ് ഇസ്ലാം ആൻഡ് ദ മിറേജ് ഓഫ് അഥീസം എന്ന ശ്രദ്ധേയമായ ഗ്രന്ഥത്തിന്റെ കർത്താവുമായ ഹംസ സോർട്ടിസ് വിശുദ്ധ ഖുർആനിനാൽ ആകൃഷ്ടനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രബോധന രംഗത്ത് സജീവമായി തീർന്ന വ്യക്തിത്വമാണ്. കഴിഞ്ഞ 10-14 നൂറ്റാണ്ടുകളായി ഈ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയോട് സംസാരിക്കുന്നു, മനുഷ്യന്റെ ചിന്തയോട് സംസാരിക്കുന്നു. ഈ ഗ്രന്ഥം അക്രമമാണ്, ഇത് ടെററിസമാണ്, ലോകത്തെ ഭിന്നതയിലേക്ക് നയിക്കുന്നതാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ഗോത്ര സംസ്കാരം അതിന് 21-ാം നൂറ്റാണ്ടിന്റെ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ ആധുനിക യുഗത്തിൽ എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് അവരോട് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു പത്രം, മലയാള മനോരമ പത്രം എടുത്താൽ അതിലെ എഡിറ്റോറിയൽ പേജിന് താഴെ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് 110 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പത്രത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. ഇന്ന് വായിച്ചാൽ ഭാഷ മനസ്സിലാകാൻ പ്രയാസമാണ്. വല്ലുപ്പയുടെ കാലത്തുള്ള ഒരു ആധാരം പെട്ടിയിൽ നിന്ന് എടുത്ത് വായിക്കാൻ ശ്രമിച്ചാൽ വായിക്കാൻ മനസ്സിലാക്കാൻ പ്രയാസമാണ്. 14 നൂറ്റാണ്ട് എത്ര സുദീർഘമായ കാലമാണ്. പക്ഷേ 14 നൂറ്റാണ്ടായിട്ടും ഭാഷയിലെ നവ്യത നിലനിൽക്കുന്ന, ഭാഷയുടെ സൗന്ദര്യം നിലനിൽക്കുന്ന, ഒരു പദം പോലും പഴയതായി എന്ന് തോന്നാത്ത, ഓരോ പദവും ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് തോന്നുന്ന, ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും ആദ്യമായി പാരായണം ചെയ്യുന്ന അനുഭൂതി ഉണ്ടാകുന്ന ഈ മഹത്തായ ഗ്രന്ഥം, ഇതിന് തുല്യമായ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ അഭിമാനം വിശുദ്ധ ഖുർആൻ ലഭിച്ചതിന്റെ പേരിൽ നമുക്കുണ്ടാകണം. അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു സമ്മാനാണ്, പടച്ച റബ്ബ് നൽകിയ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകും. ഒരു മൊബൈൽ ഫോൺ സുഹൃത്ത് നൽകിയാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ അത് കാണിച്ചു കൊടുത്ത് സന്തോഷത്തോടു കൂടി സംസാരിക്കും. പാരിതോഷികം കിട്ടിയാൽ അഭിമാനിക്കാത്ത, സന്തോഷിക്കാത്ത ആരാളുള്ളത്? അള്ളാഹു നൽകിയ റബ്ബിന് മാത്രം നൽകാൻ സാധിക്കുന്ന പാരിതോഷികം ആണ് വിശുദ്ധ ഖുർആൻ. അത് കിട്ടിയ നമ്മൾ അഭിമാനികളായി മാറണം. അത് കിട്ടിയ നമ്മൾ ആ മഹത്തായ സൗഭാഗ്യമാ അഭിമാനം ആളുകളുടെ മുമ്പിൽ എടുത്തു പറയണം. അതിന്റെ പാരായണത്തിൽ സന്തോഷം കണ്ടെത്താൻ, നിവൃത്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. പുതിയ ക്യാമ്പസിലെ കുട്ടികൾ പലപ്പോഴും ചൂളിപ്പോവുകയാണ്. എന്താ നിങ്ങൾ ലോകത്തോട് പറയുന്നത്? ഖുർആനോ? 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഗ്രന്ഥല്ലേ അത്? ഈ കാലത്ത് എന്താണ് ലോകത്തോട് അതിന് പറയാനുള്ളത്? 2842 അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അത് ശാസ്ത്രവിരുദ്ധമല്ലേ? അത് ബുദ്ധിക്ക് വിരുദ്ധമല്ലേ? കുറച്ച് നമ്പർ ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളെ വഴിവെപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ വചനവും അത്ഭുതമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മനുഷ്യനെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല ഖുർആൻ. പക്ഷേ മനുഷ്യന്റെ ബുദ്ധിയോട് സംസാരിക്കുമ്പോൾ അത് ശാസ്ത്രീയമായ സൂചനകൾ നൽകിയിട്ടുണ്ട്.
നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പോലും ചിന്തനീയമായ സൂചനകൾ കാണാൻ സാധിക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖൽ അദാബ്. നരകത്തിൽ വെച്ച് തൊലി കരിഞ്ഞു പോകുമ്പോ പകരം തൊലി നൽകും എന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടി? ശിക്ഷ ആസ്വദിപ്പിക്കാൻ എന്ന ആ വചനമാണ് ശ്രദ്ധേയനായ ഒരു ബ്രിട്ടീഷ് ഡോക്ടറെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാക്കി തീർത്തത്. കാരണം വേദന അനുഭവിപ്പിക്കാൻ തൊലി മാറ്റിക്കൊടുക്കും. ന്യൂറോളജിയിൽ പഠനം നടത്തിയിട്ടില്ലാത്ത പ്രവാചകന്റെ നാവിലൂടെ എങ്ങനെയാണ് ഈ വചനം ലോകത്തിന് ലഭിച്ചത്? ഇന്ന് നമുക്കറിയാം, വേദന അനുഭവിക്കണമെങ്കിൽ തൊലി വേണം. കാരണം നാഡീകോശങ്ങൾ, ന്യൂറോൺ, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സണൈറ്റുകൾ സോഡിയം പൊട്ടാസ്യം അയോണുകളായി, ആവേഗങ്ങളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വേദന എന്ന കാര്യം അത് അനുഭവിക്കണമെങ്കിൽ തൊലി വേണം. നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിടത്ത് തൊലി മാറ്റിക്കൊടുക്കും ശിക്ഷ ആസ്വദിപ്പിക്കാൻ എന്ന് എങ്ങനെ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു ഗ്രന്ഥത്തിൽ വന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതെ, ഓരോ വചനവും ചിന്തനീയമാണ്. സൂറത്തുൽ ഹദീദ് എന്നൊരു അധ്യായമുണ്ട്. ഇരുമ്പ് എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിലാകെ പറഞ്ഞത് ഇരുമ്പിനെ കുറിച്ച് ഒരായത്താണ്, പക്ഷെ പറഞ്ഞ വാക്ക് പോലും ചിന്തനീയമാണ്. അൻസല എന്ന് പറയ ഉപരിലോകത്തുനിന്ന് ഒരു സാധനത്തെ താഴോട്ടിറക്കുന്നിടത്താണ്. മഴയെ കുറിച്ച് പറഞ്ഞിടത്ത് അൻസൽനാ മിനസ്സമായി മാ എന്ന് കാണാം. ഖുർആനിനോട് കുറിച്ച് പറഞ്ഞിടത്ത് ഇന്ന അൻസല്ലാഹു എന്ന് പറഞ്ഞു കാണാം. ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തിലും അൻസല എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വലിയൊരു തത്വം ആ പ്രയോഗത്തിലുമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇരുമ്പ് എങ്ങനെ ഭൂമിയിൽ ഉണ്ടായി എന്നത് അന്വേഷിച്ചാൽ, ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഒരു മറുപടി കിട്ടും. നക്ഷത്രങ്ങളിൽ ഉണ്ടായിത്തീർന്ന ചില സ്ഫോടനങ്ങളെ തുടർന്നാണ് ഉപരിലോകത്ത് നിന്ന് ഇരുമ്പ് ഭൂമിയിലേക്ക് പതിച്ചത്. ഭൂമിയിലെ ലോഹങ്ങളിൽ, മെറ്റൽസിൽ അവസാനമായി ഭൂമിയോട് ചേർക്കപ്പെട്ട ലോഹം ഇരുമ്പാണ്. അത് നക്ഷത്രങ്ങളിലെ സ്ഫോടനത്തെ തുടർന്നാണ് ഭൂമിയിലേക്ക് പതിച്ചത് എന്ന് അമുസ്ലിം ശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ച ഇരുമ്പിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൻസല, ഒരു വാക്ക് പോലും തെറ്റിപ്പോകാത്ത നിലക്ക്, ഓരോ വചനവും ചിന്തനീയമായ നിലക്കാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാ? ഭ്രൂണശാസ്ത്രം പറഞ്ഞത് ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. സൂറത്തു മുഅ്മിനൂനിലൂടെ ഭ്രൂണത്തിന്റെ വളർച്ചയെ കുറിച്ച് അലക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ അലക്ക്, അതിന്റെ പിന്നീടുള്ള മുഴുവ, ആ രൂപങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ഭ്രൂണത്തിന്റെ വളർച്ചയെ കുറിച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ, അതിന്റെ വളർച്ചാ ഘട്ടങ്ങളെ കുറിച്ച് ഉപയോഗിച്ച ഓരോ വാക്കും അത്ഭുതമാണെങ്കിൽ, തീർച്ചയായും ശേഷം പറയുന്ന പരലോകം, ശേഷം പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്നതിൽ സംശയം വേണ്ട. സൂറത്ത് മുൽക്കിലൂടെ വാനലോകത്തേക്ക് കണ്ണുകൾ പായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ നീ നിന്റെ കണ്ണുകൾ പായിച്ചാൽ ഇച്ഛാഭംഗപ്പെട്ടത് നിന്നിലേക്ക് തിരിച്ചു വരും എന്ന് പഠിപ്പിക്കുന്നു. വാനശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ആയത്തിന്റെ പിറകേക്ക് നോക്കിയാൽ പരലോകത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ ലോകത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തനീയമായി ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരലോകത്തെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. യഥാർത്ഥമായ ജീവിതം എന്ത് എന്ന് മനസ്സിലാക്കി തരാൻ. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയുണ്ട്. അള്ളാഹു നൽകിയ സൗഭാഗ്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമന്ന് നടന്ന് തോളത്ത് തഴമ്പുകൾ വീണ തന്റെ പിതൃ സഹോദരൻ അബൂ താലിബിന് അള്ളാഹു നൽകാത്ത സൗഭാഗ്യാണ് അള്ളാഹ് എനിക്കും നിങ്ങൾക്കും തന്നത്. ഖുർആൻ ഉൾക്കൊള്ളാൻ, തൗഹീദിന്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിച്ചു എന്നത്. അതിന് നമ്മൾ നന്ദിയുള്ളവരായി തീരണം. അതിനെന്ത് വേണം? ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ ഗ്രന്ഥം ലഭിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവൻ അന്ധനായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആ സമയത്ത് അവൻ റബ്ബിനോട് ചോദിക്കും, എന്തിനാണ് എന്നെ അന്ധനാക്കി തീർത്തത്? ഞാൻ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ. റബ്ബിന്റെ മറുപടി, കദാലിക അതത്ക ആയാതുന,
നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നു, ഫനസീതഹ, നീ അതൊക്കെ മറന്നു, അതൊക്കെ അവഗണിച്ചാ ജീവിച്ചത്. വകദാലിക്കൽ യൗമ തുൻസ, അപ്രകാരം ഇന്ന് നിന്റെ കാര്യം വിസ്മരിക്കപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, QHLS ക്ലാസ്സിലെ ഒരു പഠിതാവായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ആ വചനങ്ങൾ കേൾക്കുമ്പോഴുള്ള നിർവൃതി, ഈമാനിന്റെ നിർവൃതി. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിയൻ മസാനിയ. അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ വൃത്താന്തം ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നത്. പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളുള്ള, ആവർത്തിത വചനങ്ങളുള്ള ഗ്രന്ഥം. തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, വിശ്വാസികളായ ആളുകൾ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ തൊലികൾ ആ ഗ്രന്ഥത്തിലെ ആയത്തുകൾ കേൾക്കുമ്പോ രോമാഞ്ചമണിയും. എന്നിട്ട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് വിനയപ്പെടുന്നവരായി മാറും. ആ സ്വാധീനം ഖുർആൻ നമ്മിൽ ഉണ്ടാക്കണം. കൊച്ചുനാള് മുതലേ നമ്മൾ പഠിച്ചിട്ടും നിരവധി പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടും പലതവണ നമ്മൾ ഓതിയിട്ടും ഖുർആൻ നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ പാറപ്പുറത്ത് പെയ്ത മഴ പോലെ മാത്രമാണ് അതായിത്തീർന്നത്. അല്ല, അത് നനവുള്ള മണ്ണിലേക്ക് പതിക്കുന്ന മഴത്തുള്ളികളാകണം, താഴ്ത്തട്ടിലേക്ക് ഊർന്നിറങ്ങണം. അവിടെ നിന്ന് അത് നന്മകളെ കിളിർത്ത് പുറത്ത് കൊണ്ടുവരുത്തണം. അപ്പോഴാണ് ഖുർആൻ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത്. വിശുദ്ധ ഖുർആൻ ജീവിതത്തിലെ വഴികാട്ടിയായി പ്രവർത്തിക്കേണ്ടുന്ന ഗ്രന്ഥം. ആരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി ഏത് കാലത്തെ ഏത് പ്രശ്നത്തിന്റെയും പരിഹാരമായി നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥം നാം അഭിമാനിക്കുക, നെഞ്ചോട് ചേർക്കുക. ജീവിതത്തിൽ അതിന്റെ പഠനത്തിനു വേണ്ടി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുക. നാളെ മഹ്ശറിൽ എനിക്ക് സാക്ഷിയായി ഈ ഗ്രന്ഥമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതെ, നമ്മൾ മരിക്കുന്ന സന്ദർഭം സൂറത്ത് ദുഖാനിലെ 29-ാമത്തെ ആയത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫിറഔനെ കുറിച്ച്, അവന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, അവൻ മരിച്ചപ്പോ ആകാശ ഭൂമികൾ കരഞ്ഞില്ല എന്ന്. കേട്ട സ്വഹാബത്ത് ചോദിച്ചു, ആകാശവും ഭൂമിയും ആർക്കെങ്കിലും വേണ്ടി കരയുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ആയത്തിന്റെ തഫ്സീറിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, മുഅ്മിനിനു വേണ്ടി, മുഅ്മിനിന്റെ മരണത്തിൽ ആകാശവും ഭൂമിയും കരയും. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവന്റെ മുസല്ല വരെ, നമസ്കരിച്ച മുസല്ല വരെ, നമ്മുടെ മുസല്ല നമ്മുടെ മരണത്തിന്റെ സമയത്ത് കരയും. നമ്മൾ ഓതുന്ന ഖുർആൻ, നമ്മൾ വീട്ടിൽ സ്ഥിരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ കോപ്പി നമ്മുടെ മയ്യത്തെടുത്ത ദിവസം മുതൽ അത് തുറക്കപ്പെടാതിരിക്കുമ്പോ അത് കരയും. ആ നിലക്കുള്ള ഒരു ബന്ധം അള്ളാഹുവിന്റെ കലാമുമായി നമ്മൾ കാത്തു സൂക്ഷിക്കുക. റഹ്മാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന, ഖുർആന്റെ സാക്ഷ്യം ലഭിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.